نحمده ونصلي ونسلم على رسوله الكريم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന പരിപാടികൾ പൂർണ്ണാർത്ഥത്തിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി മൗലാന ഫദ്ലുർ റഹീം മുജദ്ദിദി ഹഫിളഹുല്ലാഹു വറഅ അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും പാരായണം ചെയ്ത് ഈ സദസ്സിന് ആരംഭം കുറിക്കുന്നതിന് വേണ്ടി ഹസനിയ വിദ്യാർത്ഥി പ്രിയപ്പെട്ട ഫൗസാൻ ക്ഷണിച്ചോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم حسيبا. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. صدق الله العظيم.
മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീഹി. ഒരു നാട്ടിനായി ദാറുൽ വിദ്യാർത്ഥി ഫജർ നേഷൻ. السلام عليكم ورحمة الله وبركاته. يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرضى أبدا ذلتنا يا رسول الله يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرضى أبدا ذلتنا يا رسول الله سنحطم كيد معاصينا وندك حصون أعادينا ونزمجر وسط أعادينا يا رسول الله رجل قد جمع الإحسان بالحكمة والصدق زدانا وبه ظهر الحق وبانا لرسول الله يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرضى أبدا ذلتنا يا رسول الله وقلوب أبدا لا تنسى وقلوب أبدا لا تنسى من أصلحها فغدا ترسى سلما رمحا سيفا قوسا يا رسول الله يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرى أبدا ذلتنا يا رسول الله ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് ഇല്യാസ് അൽ ഹാദി അവരുകളെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയ അധ്യക്ഷൻ, മറ്റ് ബഹുമാന്യരായ അതിഥികളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ. നാനാത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ ഒരു സന്ദേശം, ഒരു ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യത്യസ്ത ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചേർന്ന് പടുത്തുയർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഈ ഇന്ത്യ മഹാരാജ്യം അത് വികസിച്ച് സാംസ്കാരിക സമ്പന്നമായ ലോകത്തിന് തന്നെ ഒരു മാതൃകയായ രാജ്യമായി നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതിന് കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗമോ ഏതെങ്കിലും ഒരു സംസ്ഥാനമോ മാത്രമല്ല,
മറിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉൾക്കൊണ്ട ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും ഒക്കെ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് ഈ ഇന്ത്യക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് ഒരു സാംസ്കാരിക സമ്പന്നമായൊരു പൈതൃകം കൈവന്നു. ഇവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യ മഹാരാജ്യം അധിനിവേശ ശക്തികൾ പിടിച്ചടക്കിയപ്പോൾ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എന്നല്ല, ഒരു പടി കടന്നു പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ പ്രേരണയോടുകൂടിയാണ് അല്ലെങ്കിൽ ശക്തമായ പ്രവർത്തനത്തോടു കൂടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അധിനിവേശ ശക്തികളിൽ നിന്ന് മോചനം ലഭിച്ചത് തന്നെ. ഇന്ത്യക്ക് ആ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മഹത്തായ ഭരണഘടന ഉണ്ടാക്കുന്നതിലും ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളും ദളിത് വിഭാഗങ്ങളും ഉൾപ്പെടെ നല്ല നിലയുടെ സ്വാധീനവും അതിന് വലിയ സംഭാവനയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ കാലഘട്ടം ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു വിഭാഗം അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പരത്തിക്കൊണ്ട് പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മുതലെടുപ്പുകൾക്ക് വേണ്ടി തങ്ങളുടെ അധികാരങ്ങളും രാഷ്ട്രീയങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രബലമായ മുസ്ലിം സമൂഹത്തിനെതിരെ വലിയ നിലയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും വർഗീയ പ്രചാരണങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളെ എല്ലാ നിലയും സ്വത്വപരമായും സാമ്പത്തികപരമായും തകർക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ പുതിയ പുതിയ നിയമങ്ങൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, പാസ്സാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശരീഅത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ശരീഅത്തും സ്വത്തും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ്. മുസ്ലിമീങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ആ വിഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി, പ്രത്യേകിച്ച് ഭരണകൂടത്തിൽ നിന്നും മറ്റും ഉണ്ടായിത്തീരുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ്. ഇന്ന് നമ്മുടെ സമൂഹം ഭരണകൂടത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ നേരിട്ട വഖഫ് സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇന്നറിയാം. വളരെ വിശാലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് ഈ അടുത്ത് പാസ്സാക്കപ്പെട്ടു. അതിനെതിരെയും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ബോർഡ് ശക്തമായ നിലയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് നമ്മുടെ ബാധ്യതയുമാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ എന്നല്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഇവിടുത്തെ സമാധാനം തകർക്കുന്ന, പരസ്പര സ്നേഹവും സൗഹാർദ്ദവും തകർക്കുന്ന ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ അതിനെതിരെ സംഘടിക്കലും അതിനെതിരെ സാധ്യമാകുന്ന നിലയുടെ പരിശ്രമങ്ങൾ ചെയ്യലും ഒരു മുസ്ലിം എന്ന നിലയിലും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായ നേതൃത്വം, സമുദായത്തിലെ പണ്ഡിതന്മാർ അവരൊത്തൊരുമിച്ച് അതിനെതിരെ ശക്തമായ പ്രചരണങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളും കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ശരിയായ നിലയിൽ സമൂഹത്തിന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇന്നും ഇതൊന്നും അറിയാതെ ദുനിയാവിന്റെ ഏതോ കോണുകളിൽ തന്റെ കാര്യം മാത്രം നടക്കട്ടെ, ദീനിന്റെ കാര്യം എന്തുമാകട്ടെ എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമൂഹത്തെ കൂടി ശരിയായി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പേഴ്സൺ ലോ ബോർഡിന് കീഴിൽ ഇന്ത്യ ഒട്ടാകെ അതിന്റെ പ്രചരണ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിന്റെ സന്ദേശവാഹക സംഘം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു.
അതിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ബോർഡിന്റെ സെക്രട്ടറിയായ ഫضലുർ റഹീം മുജദ്ദിദി അവർകൾ നമ്മുടെ നാട്ടിലേക്കും എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മുടെ കേരളത്തിലേക്ക് എത്തി. അതിനു മുമ്പ് മറ്റു പല സ്റ്റേറ്റുകളിലും യാത്ര കഴിഞ്ഞിട്ടാണ് മഹാനവർകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. ഇന്നലെയും വളരെ വൈകിയും കേരളത്തിലെ വടക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള പല ജില്ലകളിലും ഇതിന്റെ പര്യടനങ്ങളും പരിപാടികളിലും പങ്കെടുത്തു. ഇന്ന് നമ്മുടെ ഓച്ചറ എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട വഖഫ് ഭേദഗതി പ്രതിഷേധ സമ്മേളനം നന്നാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടക്കുകയാണ്. അതിന്റെ പരിപാടിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് മഹാനവർ നമ്മുടെ ഈ മദ്രസയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നാട്ടിലുള്ള വ്യത്യസ്ത സംഘടനകൾപ്പെട്ട, എന്നാൽ നമ്മളെല്ലാം ഒന്നാണ്, മുസ്ലിം സമൂഹം ഒന്നാണ്. നമ്മളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുമെന്നുള്ള സന്ദേശം സമൂഹത്തിന് നൽകിയും അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നിന്ന് ദേശീയ നേതൃത്വം നിന്നുകൊണ്ട് ഈ മഹാന്മാരെ പോലുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസമേകേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ശക്തി പകരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടി സ്വീകരിക്കുമാറാകട്ടെ. ഇത് പൂർണ്ണമായി ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സ്വസ്ഥമായി സമാധാനപൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് അല്ലാഹു തആല എത്രയും വേഗം ഒരുക്കി തരുമാറാകട്ടെ. അതിന് നമ്മുടെ ഈ ഒരുമിച്ചുകൂടിനെ അല്ലാഹു കാരണമാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ പരിപാടി സമ്മേളിക്കാൻ എത്തിയ എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന, അതേപോലെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന വ്യത്യസ്ത സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്ന, അവരുടെ പ്രതിനിധികളായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ഫضലുർ റഹീം മുജദ്ദിദി അവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സ്വീകരണ പരിപാടിയാണ്. മൗലാന അവർകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരു സ്വീകരണ പരിപാടി ആയതുകൊണ്ട് തന്നെ പൊതുവായ ഒരു ക്ഷണത്തിലുപരി കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, അതുപോലെ സംഘടനാ പ്രതിനിധികളെ മാത്രമാണ് ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് പലരും എത്തിച്ചേർന്നു, മറ്റു പലരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുന്നത് ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ വൈസ് പ്രസിഡന്റ് ഉസ്താദ് അൻസാരി നദവി ഹഫിദഹുല്ലാഹ് അവറുകളാണ്. ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് ലോകത്തെയും വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി നൽകിയ അമൂല്യമായ സമ്പത്താണ് പരിശുദ്ധമായ ദീൻ. മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണമായ ലൈഫ് കോഡ് അതാണ് മാനവികതയുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്ലാം സമർപ്പിക്കുന്നത്. ഇസ്ലാം ദൈവിക ദർശനമാണ്. ലക്ഷക്കണക്കിനുള്ള പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ജീവിതക്രമങ്ങളെ കൃത്യമായി നിർവചിക്കപ്പെടുന്ന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തങ്ങൾക്കാണ്. ഖുർആനിൻ്റെ സന്ദേശം, ഇസ്ലാമിൻ്റെ സന്ദേശം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അനുഗ്രഹമായിട്ടുള്ളത്,
ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള അനുഗ്രഹമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഭരിച്ചിരുന്ന രാഷ്ട്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഖിലാഫത്തുർ റാഷിദയിൽ അമുസ്ലിമീങ്ങളായ ജൂതന്മാരും ക്രൈസ്തവരും അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം, അവർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അത് നാം ഓരോരുത്തരും പഠിക്കേണ്ടത് കൂടിയാണ്. അമുസ്ലിമീങ്ങൾക്ക് അത് നിർബന്ധമായി എത്തിച്ചു കൊടുക്കേണ്ടതുമാണ്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഒരു അമുസ്ലിമായ സഹോദരനുള്ള സംരക്ഷണം എന്തൊക്കെയാണ്? ഒരു മുസ്ലിമിന് എന്തെല്ലാം സംരക്ഷണമുണ്ടോ അതേ സംരക്ഷണമാണ് അമുസ്ലിമിന് നൽകപ്പെടുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ കരം കൊടുത്ത് ജീവിക്കുന്ന അമുസ്ലിമായ ഒരു സഹോദരന് അയാളുടെ രക്തം അഥവാ ജീവൻ, അയാളുടെ സമ്പത്ത്, അയാളുടെ അഭിമാനം തുടങ്ങി മുഴുവൻ അവകാശങ്ങളെയും പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും ലോകത്തിന് സമർപ്പിക്കുന്നത്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കെട്ടിപ്പടുത്ത രാഷ്ട്രത്തിന്റെ മകുടോദാഹരണം. ഖിലാഫത്തുർ റാഷിദയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഖലീഫന്മാരുടെ, ഇസ്ലാമിന്റെ ഭരണകർത്താക്കളുടെ ഭരണം എന്തായിരുന്നു എന്ന് ചരിത്രത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണം, അതാണ് ഇവിടെ ആവശ്യം. വിശുദ്ധ ഖുർആൻ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന നീതിയുടെ, സത്യത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ, സമത്വത്തിന്റെ, മാനവികതയുടെ ആ സന്തോഷം, ആ സംവിധാനത്തിന്റെ സന്തോഷം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഓരോ അവിശ്വാസിക്കും അമുസ്ലിം സഹോദരനും ആസ്വദിക്കാൻ കഴിയും എന്നത് ചരിത്രത്തിന്റെ തങ്കത്താളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് മദീനയിൽ ആയിരുന്നാലും ശരി, ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ 2 അടക്കി ഭരിച്ച ലോകരാഷ്ട്രങ്ങൾ 20ഓളം ഭൗതിക കിങ്ഡത്തിന്റെയും ഒരാത്മീയ കിങ്ഡത്തിന്റെയും ഭരണാധികാരിയായിരുന്ന ഖലീഫ ഉമറിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ മുമ്പിൽ മാതൃകയുണ്ട്. അതിനുശേഷമുള്ളത്, അതിനേക്കാൾ ഉപരി ഖിലാഫത്തുർ റാഷിദയൊന്നുമല്ലാതെ സാധാരണ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താന്റെ ഭരണ സംവിധാനങ്ങൾ പരിശോധിച്ചാൽ, മുഗളന്മാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സംവിധാനങ്ങൾ പരിശോധിച്ചാൽ, നിർബന്ധിച്ച് ആരെങ്കിലും മുസ്ലിമാക്കിയിട്ടുണ്ടോ? 800 കൊല്ലമാണ് മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിച്ചത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് മുസ്ലിമാക്കണമെന്ന് അവർക്ക് ബോധമുണ്ടായിരുന്നു എങ്കിൽ, ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ, ഒറ്റ ഒരു ഹിന്ദു ഇവിടെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അവർക്ക് പൂർണ്ണമായ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് അവരുടെ ദേവാലയങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ അവർക്ക് നിർമ്മിച്ചു നൽകുകയും അവർക്ക് വേണ്ടുന്ന മുഴുവൻ അവകാശങ്ങളെയും നീതിയോടുകൂടി, സമത്വത്തോടുകൂടി നൽകപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാകും. മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായി മാറിയത് മുഗളന്മാരുടെ കാലത്താണെന്ന് ചരിത്രം. അതുപോലെയുള്ള GDP ഇതുവരെ ലോകത്തുണ്ടായിട്ടേയില്ല. ചുരുക്കത്തിൽ ഇന്നത്തെ ഇന്ത്യയല്ല, പഴയ ഇന്ത്യ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള പഴയ ഇന്ത്യ, സിന്ധു വരെയുള്ള വിശാലമായ, കന്യാകുമാരി മുതൽ സിന്ധു വരെയുള്ള വിശാലമായ ഭാരതം,
ഭാരതം, ഭാരത് എന്ന വാക്ക് തന്നെ അറബി പദമാണ്. ബഹാറാത്ത്, ബഹാറാത്ത് എന്നാണ് അറബി. അത് ഉറുദുവിൽ, ഹിന്ദിയിൽ വായിക്കുമ്പോൾ ശേഷം ഹാ വന്നാൽ ഭാരത്. ബഹാറാത്ത് എന്നർത്ഥം സുഗന്ധദ്രവ്യങ്ങൾ എന്നാണ് അറബിയിൽ. അത് വലിയ അക്കാഡമിക്കൽ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പദമാണ്. ഭാരതൻ, ഇന്ത്യ ഭാരതൻ മരിച്ചതുകൊണ്ട് ഭാരതമായതല്ല. അറബികൾ, വൈദേശികരായ മുസ്ലിമീങ്ങൾ, അറബികൾ വിളിച്ച, ഹിജാസിലുള്ള ആൾക്കാർ വിളിച്ച പേരാണ് ബഹാറാത്ത്. ബഹാറാത്ത് അതാണ് ഉറുദുവിൽ ഭാരതായി മാറിയത്, ഹിന്ദിയിൽ അങ്ങനെ നിർവചിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അമുസ്ലിമായ സഹോദരങ്ങൾക്കുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം, അവർക്കുള്ള അവകാശങ്ങളെ 100% വകവെച്ചു കൊടുത്ത് അവർക്ക് ശാന്തമായ സമാധാനത്തോടുകൂടിയുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം നൽകുന്ന സംവിധാനമാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം. ചുരുക്കത്തിൽ നൂറന്മാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും വൈദേശിക ശക്തി ഇന്ത്യയെ ഊറ്റിക്കുടിക്കുകയും ചെയ്തു. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചരിത്രങ്ങളാണ്. 1803 മുതൽ തുടങ്ങിയ അതിശക്തമായ 947 വരെയുള്ള അതിശക്തമായ ഭരണം, ശക്തമായ സമരം, സ്വാതന്ത്ര്യ സമരം. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമെന്ന് പറഞ്ഞാൽ ഉണ്ടായത് സാമ്പത്തികമായി, ശാരീരികമായി, എല്ലാ രൂപത്തിലും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കാണ്. കേരളത്തിലാണെങ്കിലോ ഇമാം സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം മുതൽ, കുഞ്ഞാലി മരക്കാന്മാരുടെ കാലം മുതലുള്ള വിശാലമായ കേരളത്തിലെ നൂറ്റാണ്ടുകളുടെ സമരം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. മറിച്ച് വടക്കേ ഇന്ത്യയിൽ 1803 മുതൽ ഇമാം അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരം നടക്കുകയുണ്ടായി. ഏകദേശം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, കേരള മുസ്ലിമീങ്ങൾ, ഏകദേശം പോർച്ചുഗീസുകാർ, പറങ്കികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് കേരളമായിരുന്നു അവരുടെ കവാടം. ആ കവാടത്തിൽ വന്ന 1498 മുതൽ 1947 വരെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളാണ്. അതിന് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ മഹാന്മാർ വെച്ച ഡിമാൻഡായിരുന്നു മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായി അവരുടെ ശരീഅത്തിൽ ജീവിക്കുന്നതിനും, അവരുടെ പൂർണ്ണമായ അവർക്ക് നീതിയും, അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയായിരിക്കണം. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഉയർന്ന, ഉത്തമവും ഉദാത്തവുമായ ഭരണഘടനയാണ്. ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം നിയമങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഒരു നിയമനിർമ്മാണവും യഥാർത്ഥത്തിലില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഭരണഘടനയുടെ കണ്ണായി 25, ആർട്ടിക്കൽ 26 തുടങ്ങിയുള്ള നിയമങ്ങളെയൊക്കെ, അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് വഖഫിന്റെ നിയമങ്ങളെ തകർത്ത് കളയുന്ന, അവകാശങ്ങളെ തകർത്ത് കളയുന്ന വഖഫ് ബില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ശരീഅത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട മഹത്തായ സംഘടനയാണ് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഇതിനു മുമ്പ് ധാരാളം പ്രാവശ്യം മഹാന്മാരുടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ വലിയ ആപൽഘട്ടത്തിലാണ്. ഈ ബില്ലിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ ഇവിടെ പരാജയപ്പെടും. വീണ്ടും ഒരു സാന്ത്വന സമരത്തിന് വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള തുടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അള്ളാഹു ശത്രുക്കളെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും വന്യവയോധികനായി കഷ്ടപ്പെട്ട് യാത്ര ചെയ്തെന്ന മൗലാന അബ്ദുറഹീം മുജദ്ദിദി ദാമത്ത് ബറകാതുഹു വഹഫിളഹുല്ലാഹു വറഅഹു വതവല്ലല്ലാഹു ഉംറ മഹാനവറുകൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദാറുൽ ഇസ്ലാമിയയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും, ജമിഅത്തുൽ ഉലമാ എന്നതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും, നദീവി അലിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലും പൂർണ്ണമായ പിന്തുണ നമ്മുടെ ഈ സമരങ്ങൾക്ക് നൽകുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. भाई हज़रत मौलाना को इस दारुल के इहाता में
तरहीब पेश करता हूँ जो काबिलीन मौलाना सैयद अब्दुल्लाह हसनी ने संग बुनियाद रखा है और दारुलमा के केरला की शाख है और माशाअल्लाह ओल्डिया मुस्लिम रसूलुल्लाह बोर्ड के काम भी माशाअल्लाह इस्लाह माशाअल्लाह के काम जारी है। अल्हम्दुलिल्लाह आपको अभी इस मदरसा और इसके कोल्लम ज़िला और आयरनबी ज़िला पतरन का ज़िला की आज इधर जोड़ है। हर जगह से लोग आए हैं। जमात इस्लामी के कोल्लम ज़िला के नाज़िम हैं और भी माशाअल्लाह बहुत से तंजीमों के लोग इधर तशरीफ़ आए हैं। मजलिस ताक़ीद के बानी मबानी मौलाना आदिल शाह साहब है और माशाअल्लाह सभी बहुत से लोग हैं। उन सब के तरफ से आपको दिली मुबारकबाद या तरहीब पेश करता हूँ। आप इनके सामने अपने दिली जज्बात पेश फरमाएं। थोड़ा कुरान पढ़े तो बहुत ही इंसान होगा इसको तो अपनी आयत कुरान होते أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله العظيم. ما شاء الله. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا ومولانا محمدا عبده ورسوله صلى الله تعالى عليه وعلى آله وأصحابه وأزواجه وذرياته وجميع أهل بيته
وبارك وسلم تسليما كثيرا كثيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العظيم. اللهم إني أسألك بأنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. Respected ulama ikram, representative of different Milli organizations and the responsible personalities of Muslim community in this area, and all respected teachers and my Lord, beloved students. Assalamu alaikum wa rahmatullahi wa barakatuh. I feel in the deep of my heart due respect because the hospitality which have been provided to us from all of you and the respect which I saw in this area and the love which I have got from you people. Alhamdulillah, I am thankful to Allah for this and pray Allah subhanahu wa ta'ala to give respect not only in this world but also in Akhirah. My dear brothers and sisters, I have come here for the continuation of process of protest which called by All India Muslim Personal Board, and Alhamdulillah, I am very much happy to see the all organizations, all Milli organizations are Alhamdulillah too much busy, very much sincerely doing efforts to continue the protest against the Waqf Amendment Act 2025, and I hope inshallah subhanahu wa ta'ala by the efforts of you people, Alhamdulillah, inshallah, this act will be withdrawn by the government of India. ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, ഈ പ്രദേശത്തുള്ള വിവിധ ഇസ്ലാമിക പ്രവർത്തന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിലെ ആദരണീയ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഞാൻ ആദ്യമായി പടച്ചവനെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു. പടച്ചവൻ ഈ നാട്ടിലേക്ക് വരാനും നിങ്ങളുമായി കാണാനും നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനും അവസരം നൽകി. രണ്ടാമതായി, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സമരപാതയിലുള്ള പരിശ്രമങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സ്നേഹാദരങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വിനീതൻ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആഹ്വാനം ചെയ്ത സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വഴിയിലായിട്ടാണ് നിങ്ങളുടെ നാട്ടിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്. 2024 വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരികയും ശേഷം 2025 വലിയ കുതന്ത്രങ്ങളോടെ വഖഫ് ഭേദഗതി നിയമം പാസാക്കുകയും ചെയ്ത കരി നിയമത്തിനെതിരിൽ
ശാന്തമായ ഒരു പ്രക്ഷോഭ പരിപാടി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ആരംഭിച്ചിരിക്കുകയാണ്. നാം എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും പരസ്പരം ഐക്യത്തിലും സഹകരണത്തിലും കഴിയുകയും നേതൃത്വത്തെ അനുസരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്താൽ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ധിക്കാരികളുടെ പദ്ധതി അത് പൊളിയുകയും ഈ കരിനിയമം അവർ പിൻവലിക്കാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു. കാരുണ്യവാനായ രക്ഷിതാവ് അതിലേക്ക് വഴിയൊരുക്കുകയും അതിന് ഉള്ള എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമാക്കി നൽകുകയും ചെയ്യട്ടെ. حضرات السادة العلماء الكرام وكذلك المسؤولون للمنظمات الإسلامية في هذه الولاية التي نفتخر بها، الولاية التي نعتز بها، الولاية التي نعدها فخرا للمسلمين، لأن هذه الولاية قد زارها المسلمون في أول القرون والحمد لله على ذلك، وهذا شرف لهم ونعتز بهذا الشرف العظيم. ബഹുമാനികളെ, സഹോദരീ സഹോദരന്മാരെ, നാം എല്ലാവരും ഒരു മഹത്തായ നാട്ടിൽ കഴിയുന്ന ജനങ്ങളാണ്. കേരള മഹാരാജ്യം ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുകയും അന്തസ്സോടെ കാണുകയും അഭിമാന പുളകിതരാകുകയും ചെയ്യുന്ന മണ്ണാണിത്. കാരണം പരിശുദ്ധമായ ഹിജാസിൽ നിന്നും പുറപ്പെട്ട വാഹക സംഘം ഇന്ത്യയുടെ തീരത്ത് ആദ്യമായി വന്നണഞ്ഞത് ഈ നാടിൻ്റെ മണ്ണിലാണ്. ഈ നാട്ടുകാരാണ് അവരെ നെഞ്ചിലേക്ക് സ്വീകരിച്ചത്. بسبب بركة الأقدام التي يحدث بها هذه البلاد، أنا أعتقد أن المسلمين إن شاء الله سبحانه وتعالى بسبب قدوم المسلمين في هذه الولاية والذي اختاروا هذه الولاية أن يشرفوها بأقدامهم المباركة إن شاء الله، بسبب هذه العظمة وبسبب هذا الشرف وبسبب هذا الاعتزاز إن شاء الله سوف تكونون باقين على الإسلام، وأنتم تحيون الإسلام حيا إحياء كاملا إن شاء الله سبحانه وتعالى. അള്ളാഹുവിൻ്റെ ദാസൻ വളരെ വികാരത്തോടുകൂടി ഇടറിയ ശബ്ദത്തിൽ പറയുന്നു, ഇൻഷാ അല്ലാഹ് ആ മഹാത്മാക്കളുടെ പരിശുദ്ധ പാദങ്ങളുടെ ഐശ്വര്യം കൊണ്ട്, അവർ ഈ മണ്ണിലൂടെ നടന്നതിൻ്റെ ഗുണം കൊണ്ട്, അവരോടുള്ള സ്നേഹത്തിൻ്റെയും പ്രിയത്തിൻ്റെയും പേരിൽ അല്ലാഹു തആല ഈ നാടിനെ ഇനിയും അന്തസ്സോടെ അഭിമാനത്തോടെ എല്ലാത്തിനുമുപരി ഇസ്ലാമിലും ഈമാനിലുമായി അടിയുറപ്പിച്ച് നിർത്തും. ഇതിലൂടെ വലിയൊരു മാറ്റം ലോകത്തിന് ഈ നാട് നൽകും. അല്ലാഹു തആല ഇസ്ലാമിനെ ഹയാത്താക്കാനുള്ള, ദീനിനെ സജീവമാക്കാനുള്ള ഒരു വഴി ഈ നാട്ടിലൂടെ തുറന്നു തരട്ടെ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. والحمدلله قد سمعنا ورأينا وقرأنا عنكم كثيرا. نحن نشكركم على سعيكم الجميل لبقاء الإسلام ولبقاء السنة الإسلامية أيضا. ഈ നാടിനെപ്പറ്റി ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പോൾ അതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അള്ളാഹു ഈ നാട്ടിലെ മുൻഗാമികളായ എല്ലാ മഹത്തുക്കളെയും വാരിക്കോരി അനുഗ്രഹിക്കട്ടെ. പിൻഗാമികളായ നിങ്ങൾ ഓരോരുത്തർക്കും ഈ നാടിൻ്റെ ശരിയായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് നീങ്ങാൻ ഉദവി നൽകട്ടെ. وهذه هي الحقيقة. أنتم واجهتم تحديات ضد الإسلام في كل التاريخ منذ بداية الإسلام إلى هذا الحين. أنتم قد واجهتم التحديات بكل نجاح والحمد لله على ذلك. الله يبارك في عمركم ويبارك في سعيكم ويتقبل منكم هذه الأعمال وهذا الجهد الكبير، ويبقى هذه الجهود إن شاء الله إلى يوم القيامة. ഇസ്ലാമിൻ്റെ മഹത്തായ ചരിത്രം
മുന്നേറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ത്യാഗപരിശ്രമങ്ങളുടെയുമാണ്. ആദ്യ നാളുകൾ മുതൽ ധാരാളം വെല്ലുവിളികളെ ഈ ദീൻ നേരിടുകയുണ്ടായി. ഈ നേരിടുന്ന വിഷയത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുകയും ആദ്യമായി എടുത്തുചാടുകയും ചെയ്തത് ഈ നാട്ടിലെ മുൻഗാമികളായ മഹത്തുക്കളാണ് എന്ന് വികാരത്തോടുകൂടി അനുസ്മരിക്കുകയാണ്. പടച്ചവനാ മഹാത്മാക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാനും ഈ നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും കേരളീയരായ സഹോദരീ സഹോദരന്മാർ ആത്മാർത്ഥമായി മുമ്പോട്ട് വരുമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. हज़रात उलमाए किराम, ज़िम्मेदारान मुस्लिम तंजीमें और इस उम्मत के बड़ी ख़ान और हमारी काबिल एहतराम माएँ बहनें और अजीज बच्चियों, हम आज यहाँ पर इसलिए जमा हुए हैं कि हम जो वक्फ एक्ट 2025 पास हुआ है पार्लियामेंट से, राज्यसभा से और लोकसभा से, और एक कानून इख्तियार कर गया है, उस कानून के खिलाफ ऑल इंडिया मुस्लिम पर्सनल बोर्ड की कॉल पर हम सदाए एहतजाज बुलंद करने पूरे हिंदुस्तान के अंदर पहुँचे. ബഹുമാന്യ സംഘടനാ പ്രതിനിധികളെ, ആദരണീയ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളിവിടെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് വഖഫ് ഭേദഗതി നിയമം 2025 എന്ന പേരിൽ ഒരു കരിനിയമം അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയമം മുസ്ലിം സമുദായത്തിന് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ ജനങ്ങൾക്കും ഭീഷണിയാണ്. ഈ വിഷയത്തിൽ ശാന്തമായ നിലയിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു പ്രതിഷേധത്തിൻ്റെ പരമ്പര നടത്താൻ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ രാജ്യത്തൊട്ടാകെ വാഹക സംഘങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വാഹക സംഘമാണ് നിങ്ങളുടെ അരികിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. हम ये समझते हैं कि ये कानून सरासर गैर दस्तूरी, अनकॉन्स्टिट्यूशनल और अनडेमोक्रेटिक है. क्यों? इसलिए कि जब कानून पार्लियामेंट में पेश होता है तो दस्तूर के अंदर उसके आदाब हैं, उसके उसूल हैं, उसके ज़वाबित हैं, और जब पास होता है उसके भी आदाब और ज़वाबित हैं और उसूल हैं. और कोई भी बिल पार्लियामेंट में पेश हो तो उसके शराइत में से ये भी है कि कॉन्स्टिट्यूशन ने इस मुल्क के रहने वाले बाशिंदों को, अलग अलग कम्युनिटीज़ को, अलग अलग फिरकों को जो आज़ादी दी है उनकी आज़ादी पर हमला नहीं होता हो. ബഹുമാന്യരെ, ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം പാർലമെൻറ്റിൽ പാസാക്കുകയും നിയമമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. പാർലമെൻറ്റിൽ പാസാക്കപ്പെട്ട ഈ നിയമം ഈ രാജ്യത്തിൻ്റെ ആത്മാവായ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും തീർത്തും വിരുദ്ധമാണ്. പാർലമെൻറ്റിൽ എന്തെങ്കിലും നിയമങ്ങൾ പാസാക്കുക എന്നത് തോന്നുന്ന നിയമം കൊണ്ടുവരാൻ പാർലമെൻറ്റിന് അധികാരമില്ല. പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ഓരോ ബില്ലുകളും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുകൂലമായിരിക്കണം. ആ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് പാലിക്കേണ്ട കുറേ നടപടിക്രമങ്ങളുണ്ട്. ആ നിയമം കൊണ്ടുവന്നതിന് ശേഷം പാലിക്കേണ്ട കുറേ നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും പാലിക്കാതെയും അതുപോലെ ഇതിനെല്ലാം എതിരായിട്ടുമാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. हिंदुस्तान का कानून और दस्तूर, कॉन्स्टिट्यूशन ये बात कहता है कि इस मुल्क में अलग अलग मजहब के मानने वाले हैं, अलग अलग इलाकों में रहने वाले हैं, अलग अलग कल्चर पर चलने वाले हैं, अलग अलग अक़ीदे वाले लोग, लेकिन सबको अपने मजहब पर पूरे तरीके से आज़ादी के साथ में चलने का पूरा हक इस मुल्क के दस्तूर ने दिया है. यही इस दस्तूर की सबसे बड़ी खूबी है. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ രാജ്യം യഥാർത്ഥത്തിൽ ധാരാളം ന്യൂനപക്ഷങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ഭാഷാവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും കൂട്ടായ്മയാണ് ഈ മഹാരാജ്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അതിനെ പ്രബോധനം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും
ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഭരണഘടനയുടെ ജീവാത്മാവ് ഈ സ്വാതന്ത്ര്യമാണ്. चूँकि ये हमारी मजहबी आज़ादी को छीनता है, हमारे कल्चर पर अमल करने में, हमारे मजहब पर अमल करने में एक बहुत बड़ी रुकावट बन सकता है, बल्कि बन जाएगा अगर यही बिल और ये एक्ट बाकी रहता है, तो हम इसकी मुखालिफत करते हैं। और ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड ने ये कॉल की है पूरे हिंदुस्तान के 20 करोड़ मुसलमानों को कि अपने एहतजाज को इस एक्ट के खिलाफ उस वक्त तक जारी रखना है जब तक कि हुकूमत इसको वापस नहीं दे रही। ഈ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം ഈ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് തീർത്തും വിരുദ്ധമായതുകൊണ്ട് എന്ന് മാത്രമല്ല, ഈ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അവരുടെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനും വലിയൊരു തടസ്സമായതുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മുഴുവൻ മുസ്ലിമീങ്ങളെയും രാജ്യത്തെ നീതിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്ത് പറയുന്നു, ഈ നിയമം ഇതിനെ പിൻവലിക്കുന്നത് വരെയും ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കും, ഞങ്ങൾ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്നൊരാഹ്വാനം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നൽകിയിരിക്കുകയാണ്. എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. हुकूमत ने सुप्रीम कोर्ट में ये एफिडेविट हलफनामा पेश किया। ये वक्फ का मसला मजहबी मसला नहीं है, बल्कि प्रॉपर्टी के मैनेजमेंट का मसला है, लिहाजा उसको मजहबी हैसियत से न देखा जाए। സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും കേസ് നടത്തുകയാണ്. അതിൽ സുപ്രീം കോടതി തുടക്കത്തിൽ തന്നെ ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണല്ലോ എന്ന് വാദമുയർത്തിയ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് അതിന് നൽകിയ സത്യവാങ്മൂലം ഈ വഖഫിൻ്റെ വിഷയമെന്ന് പറയുന്നത് മതപരമായൊരു കാര്യമല്ല, മറിച്ച് ഒരു ഭൂമി അത് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ വിഷയമാണ് എന്നവർ സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. हर मुसलमान ये बात समझता है और जानता है कि वक़्फ़ एक खालिस शरई मसला है, मजहबी मसला है और सदक़े जारिया है। वक़्फ़ अल्लाह सुब्हानहू व तआला की इबादत है। अल्लाह सुब्हानहू व तआला ने सदक़े जारिया को, अल्लाह के रास्ते में खर्च करने को इबादत का एक मयार करार दिया है। अल्लाह सुब्हानहू व तआला ने कुरान करीम में इरशाद फरमाया, लन तनालुल बिर्र हत्ता तुनफ़िक़ू मिम्मा तुहिब्बून, जब तक कि तुम अपने महबूब तरीन माल को अल्लाह के रास्ते में खर्च न कर दो, जब तक तुम नेकी तक नहीं पहुंच सकते। तो मालूम यह हुआ कि अल्लाह के रास्ते में खर्च करना और सदक़े जारिया करना ये अल्लाह सुब्हानहू व तआला का हुक्म है, और जो अल्लाह का हुक्म है वो इबादत है, लिहाजा ये खालिस इस्लाम का एक दीनी मसला है। എന്നാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട കാര്യം, ഈ വഖഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഭൂസ്വത്തിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് മുസ്ലിമീങ്ങളുടെ ഒരു മതവിഷയമാണ്, ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ പ്രധാന സന്ദേശമായ ആഹ്വാനമായ സദഖത്തുൻ ജാരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് പടച്ചവൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നത് വരെയും നിങ്ങൾ പുണ്യം പ്രാപിച്ചവരാകുന്നതല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഒരു ഉയർന്ന ആരാധനയാണ്, തീർത്തും ആരാധനയാണ്, ഇബാദത്താണ് വഖഫിൻ്റെ കർമ്മം. ഇത് മതത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ പെട്ടതാണ്. हुज़ूर नबी करीम अलैहिस्सलातु वस्सलाम की सुन्नत मुबारका से और हज़रात सहाबे किराम रिज़वानुल्लाहि तआला अलैहिम अजमईन खुलफ़ाए राशिदीन के अमल से और पूरी उम्मत ने गुज़श्ता में जो अपना अमल सदक़े जारिया के सिलसिले में दिखाया, उससे ये बात साबित हो जाती है कि ये खालिस और खालिस मज़हबी मसला है। ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സഹാബാക്കൾ, 1500 വർഷം നീണ്ട ഇസ്ലാമിക പാരമ്പര്യത്തിലെ സുമനസ്സുകൾ, അവരെല്ലാവരും നിർവഹിച്ച ഈ ജാരിയായ സദഖ, അതിൽ നിന്ന് മനസ്സിലാകുന്നു ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ്, ധാർമ്മിക മൂല്യത്തിൽപ്പെട്ട കാര്യമാണ്. हुज़ूर नबी करीम सल्लल्लाहु अलैहि वसल्लम ने खुद मस्जिद नबवी का क़याम फरमाया और दो सहाबे किराम हज़रत सहल और हज़रत सुहेल रिज़वानुल्लाहि अलैहिमा अजमईन
इनसे खरीद कर मस्जिद नबवी कायम फरमाई। हज़रत उमर रज़ी अल्लाह तआला अन्हु ने वक्फ किया, हज़रत अबू बकर सिद्दीक़ रज़ी अल्लाह तआला अन्हु ने वक्फ किया, हज़रत उस्मान गनी रज़ी अल्लाह तआला अन्हु ने वक्फ किया, हज़रत अली रज़ी अल्लाह तआला। उसके बाद तसलसल के साथ में ताबईन, तबई ताबईन और आज तक औक़ाफ़ का सिलसिला जारी है, जिससे ये बात साबित होती है कि लन तनालुल बिर्र हत्ता तुनफ़िक़ू मिम्मा तुहिब्बून का मिस्दाक़ है सारे औक़ाफ़। ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫിന് തുടക്കം കുറിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. സുഹൈൽ റളിയല്ലാഹു അൻഹു എന്നീ 2 സഹാബികളിൽ നിന്നും സ്ഥലം മേടിച്ച് മസ്ജിദ് നബവിക്ക് വേണ്ടി വഖഫ് ചെയ്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഖഫിൻ്റെ വിഷയത്തിലുള്ള നിയമങ്ങളും രീതികളും കൂടുതൽ വ്യക്തമാക്കുകയും വിശദമാക്കുകയും ചെയ്തു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫിൻ്റെ വിഷയത്തിൽ പെയ്യുന്ന മഴയായിരുന്നു, വർഷിക്കുന്ന മഴയായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ധാരാളം വഖഫ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മഹാന്മാരായ സഹാബാക്കളും ഇസ്ലാമിലെ സുമനസ്സുകളുടെയും ഒരു സുവർണ പരമ്പര അറിയിക്കുന്നുണ്ട്. ഈ വഖഫിനെ ഈ സമുദായം കണ്ടിട്ടുള്ളത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന വചനത്തിൻ്റെ അന്വർത്ഥമായിട്ടാണ്, പുലർച്ചയായിട്ടാണ്. ये हुकूमत नहीं चाहती है कि हमारी मस्जिदें हमारे सजदों से आबाद रहें। ये हुकूमत नहीं चाहती है कि हमारे मदरसे क़ाल अल्लाह व क़ाल रसूल की आवाज़ों से गूंजते रहें। ये हुकूमत नहीं चाहती है कि हमारे चैरिटेबल इदारे हमारी उम्मत के लिए नफ़ा बख्श साबित हों। इसलिए वो सरासर उसका ये न चाहना, उसकी ये चाहत आर्टिकल 25 और आर्टिकल 26 के सरासर खिलाफ है। जब उनका ये वक्त एक आर्टिकल 25 और आर्टिकल 26 के खिलाफ है, तो ये पूरा एक ही सरासर गैरकानूनी है। നാം എല്ലാവരും നന്ദിയോടുകൂടി സ്മരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യവും വഖഫിൻ്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. ഈ രാജ്യത്തുള്ള പഴയ ഭരണാധികാരികളെല്ലാവരും വഖഫിനെ ആദരിക്കുകയും അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുതിയ ഗവൺമെൻറ്റിന് ചില ദുരുദ്ദേശങ്ങളുണ്ട്. അവരുടെ ആഗ്രഹം മസ്ജിദുകൾ സുജൂദുകൾ കൊണ്ട് സജീവമാകാൻ പാടില്ല, മദ്രസകൾ ഖാലല്ലാഹുവിൻ്റെയും ഖാല റസൂലിൻ്റെയും നാദങ്ങൾ കൊണ്ട് അത് കൂടുതൽ ശക്തമാകാൻ പാടില്ല. ഇവിടെ നിന്നും ഇതെല്ലാം ഇല്ലാതാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അവർ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം ആർട്ടിക്കൽ ഇന്ത്യയുടെ ഭരണഘടന 25, 26 ഭരണഘടന അതിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഇത് തീർത്തും വിരുദ്ധമാണ്. वक्फ का कानून ये है कि हुकूमत ने ये झूठ फैलाया कि वक्फ जिस ज़मीन पर हाथ रख देता है वो ज़मीन वक्फ की हो जाती है। ये सरासर गलत है। वक्फ का ज़ाब्ता ये बतलाता है कि वक्फ कोई शख्स अपनी ज़ाती जायदाद जिसका वो मालिक और मुख्तार हो वही वक्फ में दे सकता है, किसी दूसरे की ज़मीन को वक्फ में नहीं दे सकता। ഇതിനേക്കാളെല്ലാം വേദനാജനകം അവരുടെ ഈ കരിനിയമത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി, പാസ്സാക്കുന്നതിന് വേണ്ടി കളവുകളുടെ ഭണ്ഡാരമാണ് അവർ അഴിച്ചുവിട്ടിരിക്കുന്നത്. നിരന്തരം ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നുണകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിപഴിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. പക്ഷേ എന്നും വഴിപഴിപ്പിക്കാൻ സാധിക്കുകയില്ല. അവർ പ്രചണ്ഡമായ പ്രചാരണം നടത്തുന്നു. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ആരെങ്കിലും എവിടെയെങ്കിലും കൈ ചൂണ്ടി അത് വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫായിത്തീരും. ഇത് 100% കളവാണ്. ഇതിലൂടെ ഈ സമുദായത്തിലെ അംഗങ്ങളെ കള്ളന്മാരാക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കളവുകൾ കാണിക്കുന്നത് അവരാണെന്ന് ലോകത്തിന് നന്നായിട്ടറിയാം. ഒരിക്കലും ആരുടെയെങ്കിലും സമ്പത്തിലേക്ക് നോക്കി കൈ ചൂണ്ടി അത് വഖഫാണെന്ന് പറയാൻ വഖഫാകുകയില്ല. വഖഫാകണമെങ്കിൽ ഒരാളുടെ ഉടമാവകാശത്തിൽ പെട്ടതായിരിക്കണം. അത് മാത്രമല്ല, ഗവൺമെൻറ്റിനെ സ്ഥിരപ്പെടുത്തി അവർ അംഗീകരിച്ചാൽ മാത്രമേ വഖഫ് സാധുവാവുകയുള്ളൂ. 1954 में आज़ादी के बाद जब पहला वक्फ एक्ट बना तो उसके बाद से ज़ाब्ता हुआ कि कोई शख्स वक्फ करना चाहे अपनी मिल्कियत को तो वो अपने कागजात को पहले साबित करे कि वो उसका मालिक है, नंबर 1। फिर वक्फ बोर्ड उसकी जांच करेगा। जांच करने के बाद में फिर वो अखबार में निकालेगा कि वो शख्स मालिक है या नहीं, कोई डिस्प्यूट नहीं है। डिस्प्यूट नहीं होने के बाद जब पता चल जाए कि कोई उसमें डिस्प्यूट, कोई झगड़ा नहीं है, तो फिर वो गजट नोटिफिकेशन निकालता है और वो सरकारी गजट नोटिफिकेशन, उसके बाद में वो जायदाद वक्फ में दर्ज होती है। 1954 ഒരു വഖഫ് നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതാണ് ഇന്നലെ വരെയും നടന്നുകൊണ്ടിരിക്കുന്നത്.
ആ വഖഫ് നിയമത്തിൻ്റെ രീതി എന്താണ്? ആർക്കെങ്കിലും വല്ല ഭൂമിയുടെ തുണ്ടും വഖഫ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഗവൺമെൻറ് അന്വേഷിക്കും. അവരന്വേഷിക്കും, ഈ വഖഫ് ബോർഡ് അന്വേഷിക്കും, ഇത് ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് തന്നെയാണോ എന്ന് അന്വേഷിക്കും. വെറും അന്വേഷണം മാത്രമല്ല, പത്രദ്വാര പരസ്യപ്പെടുത്തും. ഒരു സ്ഥലം, ഇന്ന സ്ഥലം ഒരു വ്യക്തി വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതിൽ ആർക്കെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടോ? അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് വരുമ്പോൾ വഖഫ് ബോർഡ് അത് അനുമതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വഖഫ് സാധുവാവുകയുള്ളൂ എന്ന് ഈ രാജ്യത്ത് ലിഖിത നിയമമുണ്ട്. ഈ സമയത്താണ് ഇവർ പറയുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും കൈ ചൂണ്ടി വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫാകുമെന്ന്. ഇത് എത്ര വലിയ അസംബന്ധമാണ്. मौजूदा गवर्नमेंट ने और फिरका परस्त ताकतों ने जो झूठ फैलाया औकाफ के खिलाफ कि मुसलमान जहाँ हाथ रख देता है वो ज़मीन वक्फ की हो जाती है, ये सरासर गलत है, इस्लामी ज़ाब्ते और कानून के भी खिलाफ है. ചുരുക്കത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും അവരുമായി ബന്ധപ്പെട്ട വർഗീയവാദികളും പ്രചരിപ്പിക്കുന്ന ഈ പ്രചാരണം മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും കൈ ചൂണ്ടി എവിടെയെങ്കിലും കൈവച്ച് അത് വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫാകുമെന്ന വാദം ഇത് 100% കളവാണ്. 1954 में जब वक्फ एक्ट बना उसके पहले भी सैकड़ों साल से, 500 हज़ारों साल से, 1000 साल से औकाफ में ये मस्जिदें चलती चली आ रही हैं, उनकी कोई लिखा पढ़ी नहीं है. और वक्फ एक्ट बनने के बाद भी हज़ारों मस्जिदें ऐसी हैं जो किसी शख्स ने मोहल्ले वाले में मशवरा हुआ, उसने कहा कि मेरी ज़मीन ले लो, पैसा भी दिया, मोहल्ले वालों ने चंदा भी इकट्ठा किया, उसका कोई रजिस्ट्रेशन वक्फ बोर्ड में नहीं है. तो वो वक्फ के लिए वो ज़मीन जिस काम के लिए इसके वक्फ दी गई उस काम में इस्तेमाल हो रही है. मदरसे के लिए इस्तेमाल में हो रही है, यतीम खाने के लिए इस्तेमाल में हो रही है, मस्जिद के लिए इस्तेमाल में हो रही है, मदरसे के लिए इस्तेमाल में हो रही है, मुसाफिर खाने के लिए, ये तमाम. लेकिन उसका कोई डॉक्यूमेंट नहीं है. उस डॉक्यूमेंट न होने की वजह से वो वक्फ के यूज़ में आ रहा है, वो वक्फ बाई यूज़र कहलाता है. बस ख़त्म. आखिरी സഹോദരങ്ങളെ, ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അത് പറയുന്നത് ആരെങ്കിലും ഈ നിയമം ഇവിടെ രേഖാമൂലമുള്ള വഖഫിൻ്റെ രേഖകൾ വരണമെന്ന് ഈ രാജ്യത്ത് നിയമം വരുന്നതിന് മുമ്പ് ആരെങ്കിലും വാമൊഴിയായി വഖഫ് ചെയ്താൽ അത് വഖഫായി അംഗീകരിക്കപ്പെടും. ഇസ്ലാമിൽ വാചകത്തിലൂടെ പറയുന്നതിന് വലിയ വിലയാണുള്ളത്. ആരെങ്കിലും വാമൊഴിയായി പറഞ്ഞു രാജ്യത്ത് ഈ നിയമം വരുന്നതിന് മുമ്പ്, അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളും അവരുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. ആരെങ്കിലും അവരുടെ ഭൂമിയെ പടച്ചവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അത് വഖഫായിട്ട് പ്രഖ്യാപിക്കും. എന്നിട്ട് അവിടെ മസ്ജിദ് നിർമ്മിക്കപ്പെടും, മദ്രസ നിർമ്മിക്കപ്പെടും, അവിടെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും, അവിടെ നന്മയുടെ കേന്ദ്രമായിട്ടത് മാറും. അതിനുശേഷം രാജ്യത്ത് നിയമം വന്നു, ഇനി മുതൽ മുഴുവൻ വഖഫിനും രേഖകൾ വേണമെന്ന്. പക്ഷെ അതിനു മുമ്പുള്ള കാര്യങ്ങൾക്ക് രേഖ നിർബന്ധമില്ല. ഇതിന് വഖഫ് ബൈ യൂസർ എന്നാണ് രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ നിർവചിച്ചിരിക്കുന്നത്. ഉപയോഗം വഴിയായിട്ടുള്ള വഖഫ് നിയമം വരുന്നതിന് മുമ്പ് എവിടെയെല്ലാം ഈ ഭൂമി എന്തെല്ലാം കാര്യത്തിന് ഉപയോഗിച്ചിരുന്നോ അത് അതിനു വേണ്ടി തന്നെയായിട്ട് ഗണിക്കപ്പെടുന്നതാണ്. वक्फ बाई यूजर को इस एक्ट में निकाल दिया गया कि वक्फ नहीं रहेंगे. इसका मतलब क्या हुआ कि हज़ारें हमारी मस्जिदें, मदरसे और यतीम खाने, शफा खाने वो अब वक्फ नहीं रहेंगे, यानी गवर्नमेंट की प्रॉपर्टी हो जाए. ये कैसे मुमकिन है कि किसी भी वजह से उसके दस्तावेज, क्या दिल्ली की जामा मस्जिद के दस्तावेजात मिल सकते हैं आज की तारीख में किसी के पास? इसका मतलब ये हुआ कि दिल्ली की जामा मस्जिद पर आप कब्जा कर लोगे. പക്ഷേ ഈ പുതിയ വഖഫ് നിയമം 48 പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഴുവനും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ്. അതിലെ ഒരു നിയമമാണ് ഈ വഖഫ് ബൈ യൂസറിനെ അവരെടുത്ത് മാറ്റി. നിയമം വരുന്നതിന് മുമ്പ് രേഖാമൂലം ഭൂമികൾ രേഖപ്പെടുത്തണമെന്ന് നിയമം വരുന്നതിന് മുമ്പ് ഉപയോഗത്തിലുള്ള വഖഫ് അത് ഈ വഖഫല്ലാതെ പിന്നെന്താണ്, അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോകും. മുസ്ലിമീങ്ങൾ രേഖ സമർപ്പിച്ചാലത് മുസ്ലിമീങ്ങൾ അത് വഖഫായിട്ട് മാറും, അല്ലെങ്കിൽ ഇത് വഖഫല്ലാതെയായിട്ട് മാറും. ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണ്. സമുദായത്തെ പ്രാന്തവൽക്കരിച്ചും തേച്ചൊട്ടിച്ചുമാണ് അവർ ജീവിക്കുന്നത്. ഈ സമയത്ത് എത്രമാത്രം മസ്ജിദുകളും മദ്രസകളും ഈ സമുദായത്തിൻ്റെ കൈകളിൽ നിന്ന് മാറിപ്പോകും.
ഉദാഹരണം ഡൽഹിയിലെ ജാമിയ മസ്ജിദ് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വിശാലമായ മസ്ജിദാണ്. ഈ മസ്ജിദിന് യാതൊരു രേഖയുമില്ല, കാരണം രേഖയുടെ ആവശ്യമില്ല. ആ രേഖ നിയമമാകുന്നതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതായ മസ്ജിദാണ്. ആ മസ്ജിദ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോകും, അവരവരുടെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കുന്നൊരു സാഹചര്യം വരും. എത്ര വലിയ അക്രമമാണിത്. मैं आपसे ये बात अर्ज करना चाहता हूँ कि हुकूमत ने इस एक्ट में, वक्फ एक्ट में 2025 के अंदर 48 अमेंडमेंट किए हैं। मैंने सिर्फ एक आपको बताया है और बाकी 47 पर मैंने गुफ्तगू नहीं की है। जब कभी वक्त होगा तो इंशाल्लाह उस पर भी गुफ्तगू करेंगे। लेकिन मैं आपसे ये बात कहना चाहता हूँ कि ये वक्फ एक्ट अगर बाकी रहा अपनी जगह पर तो आने वाले वक्त में हिंदुस्तान के मुसलमानों की शनाख्त ख़त्म होने का खतरा है। हमारी आने वाली नस्लें किस तरह दीन पर कायम रहेंगी, ये मसला हमारा है। इसलिए जब तक ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड ने आपको ये कॉल दी है कि आप अपने प्रोटेस्ट को जारी रखेंगे, तो आपको इस बात का अहद करना है इंशाअल्लाह कि आप इस प्रोसेस को जारी रखेंगे इंशाअल्लाह। ഇത് ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഒരു ഭാഗമാണ്. ബാക്കി ഇതുപോലെ 47 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് വിശദീകരിക്കാൻ സമയമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇത് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ഒന്നാമതായി വഖഫിൻ്റെ മഹത്വം മനസ്സിലാക്കണം, അതിൻ്റെ ചരിത്രം അറിയണം, അതിൻ്റെ മഹത്വവും അതുപോലെ അതിൻ്റെ സൗന്ദര്യവും ലാളിത്യവും അറിയണം. പിന്നീട് ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമത്തിൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കണം, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കോൾ ചെയ്തിട്ടുള്ള ഈ സമര പരിപാടികൾക്ക് നാം എല്ലാവരും എന്ന് വരെയും ഈ നിയമം മാറ്റുകയില്ലയോ അന്ന് വരെയും ഈ സമര പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് നാം എല്ലാവരും ഉറച്ച തീരുമാനമെടുക്കും. തയ്യാറല്ലേ എല്ലാവരും? കൈ ഉയർത്തി പറയും ഇൻഷാ അല്ലാഹ് എന്ന്. മൗലാന കാണട്ടെ. जज़ाकुमुल्लाहु तआला फिद दारैन। आमीन। मैं उम्मीद करता हूँ इंशाअल्लाह कि मुझे वक्तन फ़वक्तन हमारे मौलाना शकूर साहब और तमाम जो जिम्मेदारान हैं उन सब की तरफ से मुस्लिम पर्सनल लॉ बोर्ड को उसके ऑफिस को मुत्तला किया जाता रहेगा। उसमें हमारी भी मुशावरत शामिल हो जाए। अल्लाह सुब्हानहू व तआला आपकी मदद फरमाए, कदम कदम पर आपकी मदद फरमाए। मुबारक अकाबरीन जो कदम यहाँ हैं उन कदमों की बरकत से अल्लाह आपकी और हमारी कोशिशों में कामयाबी अता फरमाए। ആമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ചെറിയ നിലയിൽ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നടത്താൻ തയ്യാറാകണം. നമ്മുടെ ബഹുമാനപ്പെട്ട അജ്മൽ മൗലവി അന്നദവി അതിൻ്റെ കൺവീനറായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. മൗലാന പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും ഒന്ന് ഞങ്ങളെ അറിയിക്കണം. അതിലൂടെ ഞങ്ങൾക്ക് വലിയ മനക്കരുത്ത് കിട്ടും. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലുമാണ് അള്ളാഹുവിൻ്റെ അടിമകൾ ഈ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് വിവിധ പരിശ്രമങ്ങൾ നടത്തി മൗലാന ഇവിടെ സംഘമായി വന്നതുപോലെ ചെറിയ സംഘമായി നിങ്ങൾ ഓരോരുത്തരും ഇൻഷാ നാടുകളിൽ യാത്ര ചെയ്യണം. ആലപ്പുഴ ജില്ലയിലെ ഓരോ മുസ്ലിം അമുസ്ലിം ഭവനങ്ങളിലും നമ്മൾ എത്തണം. കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ലയിലെ ഓരോ വീടുകളിലും നമ്മൾ ചെറിയ സംഘങ്ങളായി പോയി അവരോട് ഈ വഖഫിൻ്റെ സന്ദേശം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞു എന്ന് പറയണം. ഇതുമായി ബന്ധപ്പെട്ട ചില ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ട്. വേറെ പുതിയ ലഘുലേഖ ഇൻഷാ അല്ലാഹ് എത്തിക്കും. നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. സന്ദേശം വെള്ളിയാഴ്ച പതിപ്പിൽ അതിന് മിക്കവാറും ഈ സമയത്ത് വഖഫുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച മൗലാന അവറുകളുടെ ഗർജനം, ഡൽഹിയിൽ നടത്തിയ ഗർജനം, അതങ്ങനെ തന്നെ ഞങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനി കരഞ്ഞുകൊണ്ട് നടത്തിയ പ്രഭാഷണം സന്ദേശം വെള്ളിയാഴ്ച പതിപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് പഠിക്കണം, പകർത്തണം. തയ്യാറുള്ള ഇൻഷാ അല്ലാഹ് എല്ലാവരും. ഒന്നും കൂടി മൗലാനയ്ക്ക് സന്തോഷിപ്പിക്കുക. അല്ലാഹു തആല മൗലാനയ്ക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ആപ്കോ ജസായ ഖൈർ അതാ ഫർമായെ. മൗലാന അവർ ദുആ ചെയ്യുന്നു. ഈ സ്ഥാപനം മഹാന്മാരുമായി ബന്ധമുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു. ദീനിനു വേണ്ടി പരിശ്രമിച്ച ആ മഹാത്മാക്കളുടെ പാദസ്പർശനമേറ്റ ഈ സ്ഥാപനത്തിൽ ആ മഹാന്മാരുടെ ഗുണം കൊണ്ട് അല്ലാഹു തആല കൂടുതൽ പുരോഗതി അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാ ഖൈറുകളും നൽകുമാറാകട്ടെ. അല്ലാഹു ഈ മഹാന്മാരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കൈയുയർത്തിക്കൊണ്ട് പറയും ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും പരിശ്രമിക്കും. ഞങ്ങളെല്ലാവരും പരിശ്രമിക്കും. ഈ കരിനിയമം മാറ്റുന്നത് വരെയും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ആഹ്വാനങ്ങൾ ഞങ്ങൾ ശിരസാ വഹിക്കും. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജിന്ദാബാദ്. മൗലാന അബ്ദുർ റഹീം മുജദ്ദിദി ജിന്ദാബാദ്. മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനി. അല്ലാഹു തആല മഹാന്മാരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على سيدنا مولانا محمد
وعلى آل سيدنا ومولانا محمد وبارك وسلم. اللهم أنت السلام ومنك السلام، تبارك يا ذا الجلال والإكرام. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. اللهم ارحمنا ولا تسلط علينا من لا يرحمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه